നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് എസ്സേ ആണ് ഹെൻറി ഡേവിഡ് തോറോ, അമേരിക്കൻ റൈറ്ററിൻ്റെ ഒരു ബാറ്റിൽ ഓഫ് ദി ആൻസ് എന്ന് പറഞ്ഞ ഒരു ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻ നമുക്ക് പറയാം. ഫിലോസഫിക്കൽ എസ്സേ എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു എസ്സേ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ബാറ്റിൽ ഓഫ് ദി ആൻസ്, അതായത് ഉറുമ്പ്, അത് ജസ്റ്റ് ഇൻസെക്ട്സിനെ കുറിച്ച് മാത്രം അല്ലെങ്കിൽ ഉറുമ്പിനെ കുറിച്ച് മാത്രമല്ല, അതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ റിഫ്ലക്ഷനാണ്. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് തമ്മിൽ നടത്തുന്ന വാറിനെ കുറിച്ചും വയലൻസിനെ കുറിച്ചും ഉള്ളൊരു ഫിലോസഫിക്കൽ പീസ് ഓഫ് റൈറ്റിംഗ് ആണ് ദ ബാറ്റിൽ ഓഫ് ദി ആൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെൻറി ഡേവിഡ് തോറോയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് വർക്ക് ഓഫ് ഒരു ഇൻട്രസ്റ്റിംഗ് എസ്സേ വർക്കാണ് ഇതെന്ന് പറയുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ എസ്സേയിസ്റ്റ് ആയിരുന്നു, ഫിലോസഫർ ആയിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേച്ചർ, ഇൻഡിവിജ്വൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി, കുറച്ച് സ്പിരിച്വലായിട്ട് എഴുതുക എന്നൊക്കെയുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മോസ്റ്റ് ഫേമസ് വർക്കാണ് ഇദ്ദേഹത്തിൻ്റെ വാൾഡൻ എന്ന് പറയുന്നത് കേട്ടോ. അത് ഈ വാൾഡൻ എന്നുള്ള വർക്കിനകത്ത് അദ്ദേഹം എന്താ പറയുക, ഈ സിമ്പിൾ ലിവിങ്ങിനെ കുറിച്ച്, സിമ്പിൾ ലൈഫ് വിത്ത് നേച്ചർ, അതാണ് അദ്ദേഹം അതിനകത്ത് സംസാരിക്കുന്നത് ഈ വാൾഡൻ എന്നുള്ള ഫേമസ് വർക്കിനകത്ത്. അപ്പോൾ തോറോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാൾഡൻ പോണ്ട് എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചത്. ഒരു കുറച്ച് വർഷത്തോളം അദ്ദേഹം 2-3 വർഷത്തോളം അദ്ദേഹം ഈ വാൾഡൻ പോണ്ട് എന്നുള്ള സ്ഥലത്ത് താമസിച്ചിരുന്നു അദ്ദേഹം. ഈ വാൾഡൻ പോണ്ട് എന്ന് പറയുന്നത് മാസച്യൂസെറ്റ്സിൽ അല്ലെങ്കിൽ കോൺകോർഡുള്ള ഒരു ലേക്കാണ് കേട്ടോ, വാൾഡൻ പോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ റൈറ്റർ ആയിട്ടുള്ള ഹെൻറി ഡേവിഡ് തോറോ അവിടെ താമസിച്ച് അവിടെ വെച്ച് എഴുതിയ വർക്കാണ് വാൾഡൻ ഓർ ലൈഫ് ഇൻ ദ വുഡ്സ് എന്നുള്ള വർക്ക്. ആ പോണ്ടും അതിൻ്റെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് ഇപ്പം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ. വാൾഡൻ പോണ്ട് സ്റ്റേറ്റ് റിസർവേഷൻ എന്നും പറഞ്ഞ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തേക്കുവാണ്. ഇപ്പം ഒരുപാട് പേര് അതിനെ വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു നാച്ചുറൽ ഹിസ്റ്റോറിക് ലാൻഡ്മാർക്ക് സൈറ്റായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ മാസച്യൂസെറ്റ്സ് USA അത് ഉള്ളത്. അപ്പോൾ ഇദ്ദേഹം അവിടെ പോയി താമസിച്ച് അവിടെ നിന്ന് എഴുതിയ ഒരു 2 ഇയർ എക്സ്പെരിമെൻ്റൽ വർക്കാണ് വാൾഡൻ എന്ന് പറയുന്നത്. എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേച്ചറുമായിട്ട് നമ്മൾ എങ്ങനെ ഇഴുകിച്ചേർന്ന് ജീവിക്കാം, ഒരു കൈൻഡ് ഓഫ് എൻവയോൺമെൻറ്റൽ ഫിലോസഫിയാണ് ഇദ്ദേഹം ഇതിനകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് പഠിക്കാനുള്ള ബാറ്റിൽ ഓഫ് ദ ആൻസ് എന്ന് പറയുന്നതും ഈ വാൾഡൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അതായത് നേച്ചറിനകത്ത് അല്ലെങ്കിൽ നേച്ചറിലൂടെ എങ്ങനെ നമുക്ക് ഹ്യൂമൻ ലൈഫും നമ്മുടെ മോറൽ സ്ട്രഗിൾസും ഒക്കെ നമുക്ക് കണ്ടു പഠിക്കാം. അപ്പം അതിനകത്ത് ഈ വർക്കിനകത്ത് ഒബ്സർവേഷനെ കുറിച്ചും ഫിലോസഫിയെക്കുറിച്ചും ഒരു സോഷ്യൽ ക്രിറ്റിസിസം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ബാറ്റിൽ ഓഫ് ദി ആൻസ് എന്ന് പറയുന്ന വാൾഡൻ എന്നുള്ള വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഭാഗമാണ്, എക്സെപ്റ്റാണ്. അപ്പോൾ അതിനകത്ത് പിന്നെ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് നാച്ചുറൽ, അതായത് അദ്ദേഹം കുറച്ച് ഉറുമ്പുകളെ നിരീക്ഷിക്കുവാണ്. ആ ഒരു സ്മോൾ നാച്ചുറൽ ഇവൻറ്റിനെ അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് അദ്ദേഹം വളരെ ഡീപ്പായിട്ട് ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചും വയലൻസിനെ കുറിച്ചും വാറിനെ കുറിച്ചും ഒരു ഡീപ്പ് കമൻറ്ററി പോലെ പറഞ്ഞേക്കുവാണ് ഈ ഒരു എസ്സേക്കകത്ത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സമ്മറി നോക്കാം എസ്സേയെക്കുറിച്ചുള്ള. അപ്പോൾ തോറോ ബിഗിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥലത്ത്, അതായത് ആ വാൾഡൻ പോണ്ടിൻ്റെ അടുത്ത് ഒരു വയലൻ്റ് സീൻ നടക്കുവാണ് അവിടെ. അങ്ങനെ ഒരു വയലൻ്റ് സീനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് ഇദ്ദേഹം തുടങ്ങുന്നത്. ഒന്നുമില്ല, വയലൻ്റ് സീൻ എന്ന് വെച്ചാൽ 2 ഉറുമ്പുകൾ, 2 ants, one is black in color and one is red in color. അവർ രണ്ടുപേരും കൂടെ എന്തോ ഒരു യുദ്ധം ചെയ്യുവാണ്. ദേ ആർ ലോക്ക്ഡ് ഇൻ എ കോമ്പാറ്റ്. 2 എറുമ്പുകൾ എന്തോ ഒരു ചെറിയൊരു പ്രശ്നത്തിലിരിക്കുവാണ്. ആൻഡ് നമ്മുടെ റൈറ്റർ റിയലൈസ് ചെയ്യുന്നു ഇതൊരു സിംഗിൾ ഫൈറ്റ് അല്ല, പക്ഷെ 2 ഗ്രൂപ്പ് ഓഫ് ആൻറ്റുകൾ തമ്മിലുള്ളൊരു ലാർജ് സ്കെയിൽ വാറാണിത്. ഒന്ന് റെഡും ഒന്ന് ബ്ലാക്കും. റെഡ് ആൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നത് റിപ്പബ്ലിക്കൻസിനെയും, ബ്ലാക്ക് ആൻസ് എന്ന് വെച്ചാൽ ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ഇമ്പീരിയലിസ്റ്റുകളെയുമാണ്. അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിനെയാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ റിപ്പബ്ലിക്കൻസും ഇമ്പീരിയലിസ്റ്റും? 2 എറുമ്പിനെ വെച്ച് വലിയൊരു കാര്യം, ഗ്ലോബൽ പൊളിറ്റിക്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ചാണ് നമ്മുടെ ഹെൻറി ഡേവിഡ് തോറോ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ആരാണ് റിപ്പബ്ലിക്കൻസും ആരാണ് ഇമ്പീരിയലിസ്റ്റുകളും? അപ്പോൾ റിപ്പബ്ലിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈറ്റ് വിങ്, അമേരിക്കയിലുള്ള റൈറ്റ് വിങ് ഒരു പാർട്ടിയാണ്, പൊളിറ്റിക്കൽ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്നത്. ഈ ഇമ്പീരിയലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇമ്പീരിയലിസം അല്ലെങ്കിൽ ഇമ്പീരിയലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു രാജ്യത്തിൻ്റെ പവർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കോളനൈസേഷൻ വഴിയോ മിലിറ്ററി ഫോഴ്സ് വഴിയോ അല്ലെങ്കിൽ എക്കണോമിക് ഡോമിനേഷൻ വഴിയോ എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇമ്പീരിയലിസ്റ്റുകളെന്ന് നമുക്ക് വിളിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിനെ എക്കണോമിക്കലിയും അതായത് ത്രൂ മിലിറ്ററി ഫോഴ്സും ഒരു കോളനിയാക്കിയും അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്പീരിയലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഫോറിൻ നേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി
ശ്രമിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇമ്പീരിയലിസ്റ്റുകൾ എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ വന്നിട്ട് നമ്മുടെ റിസോഴ്സസിനെ എല്ലാം ചൂഷണം ചെയ്ത് ഊറ്റിയെടുക്കുന്നു. അപ്പം ഇതാണ് ഈ രണ്ട് എറുമ്പുകൾ റിപ്രസെൻ്റ് ചെയ്യുന്നത്. റെഡ് ആൻഡ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻസിനെയും ബ്ലാക്ക് ആൻഡ്സ് എന്ന് പറയുന്നത് ഇമ്പീരിയലിസ്റ്റുകളുമായിട്ടാണ് ആര് കമ്പയർ ചെയ്യുന്നത്? ഹെൻറി ഡേവിഡ് തോറോ കമ്പയർ ചെയ്യുന്നത്. രണ്ട് ആൻഡുകൾ തമ്മിൽ ഫൈറ്റിൽ നിൽക്കുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ഗ്ലോബൽ ഇഷ്യൂവിനെ കുറിച്ച്, പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. ഇനി വീണ്ടും അദ്ദേഹം സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ആ ബാറ്റിൽ ഫീൽഡിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുവാണ്. രണ്ട് ആൻഡുകളും ഫിയേഴ്സ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല. മെനി ഓഫ് ദി ആൻഡ്സ് ആർ ഡെഡ് ഓർ ഡൈയിങ്. അപ്പോൾ സ്ട്രഗിൾ സൈലൻ്റ് ആണ്, പക്ഷേ ഇൻറ്റൻസ് ആണ്. കണ്ട് നിൽക്കുന്നവർക്ക് എറുമ്പുകൾ തമ്മിൽ അടി കൂടുന്നതിന് വലിയ സൗണ്ടൊന്നും ഇല്ലല്ലോ. പക്ഷെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഹിസ് ഒബ്സർവേഷൻ ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് എന്താണ് ഈ ആൻഡ്സ് എന്ന് പറയുന്നത് ദേ ആർ ഹാവിങ് ആൻ ഇൻറ്റൻസ് ഫൈറ്റ്. അപ്പോൾ തോറ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൻഡ്സിൻ്റെ ഡിറ്റർമിനേഷനെ കുറിച്ചാണ്. കോൺഗർ ഓർ ഡൈ, ആ ഒരു ബ്രൂട്ടാലിറ്റി. ആൻഡ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഭാഗങ്ങൾ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിഞ്ഞു വീഴുന്നുണ്ട്. പിന്നെ അവരുടെ ഹീറോയിസം, അതായത് ആൻഡ്സ് സ്ട്രോങ്ങർ ആയിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിമീസിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടൈനി ബാറ്റിലിനെ അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള രണ്ട് ഹ്യൂമൻ വാറുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. ആദ്യത്തെ വാർ എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ബങ്കർ ഹില്ലും രണ്ടാമത്തെ വാർ എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ഓസ്റ്റർലിറ്റ്സുമാണ്. എന്താണ് ബാറ്റിൽ ഓഫ് ബങ്കർ ഹിൽ എന്ന് നമുക്ക് നോക്കാം. ബാറ്റിൽ ഓഫ് ബങ്കർ ഹിൽ എന്ന് പറയുന്നത് നമ്മുടെ ബോസ്റ്റൺ എന്നുള്ള സ്ഥലത്ത് 1775 ഒരു ബാറ്റിൽ ഹാപ്പൻ ചെയ്തു. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ അമേരിക്കൻ റെവല്യൂഷണറി വാറിൽ ഉണ്ടായിരുന്ന ഒരു ബാറ്റിലായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബ്രിട്ടനാണ് വിക്ടോറിയസ് ആയെങ്കിലും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് വിക്ടറി അതാണ് അവിടെ സംഭവിച്ചത്. കാഷ്വാലിറ്റീസ് ആയിട്ട് 1054 ബ്രിട്ടീഷുകാർ മരിച്ചു. അപ്പോൾ ബോസ്റ്റൺ എന്നുള്ള സ്ഥലത്തെ പിടിച്ചടക്കാൻ വേണ്ടി വന്ന സമയത്തുണ്ടായ ഒരു ബാറ്റിലാണിതെന്ന് പറയുന്നത്. അപ്പോൾ ബാറ്റിൽ ഓഫ് ബങ്കർ ഹില്ലിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇനി അടുത്ത ബാറ്റിൽ എന്താണ്? ബാറ്റിൽ ഓഫ് ഓസ്റ്റർലിറ്റ്സ്. ബാറ്റിൽ ഓഫ് ഓസ്റ്റർലിറ്റ്സ് എന്ന് പറയുന്ന 1805 ഫൈറ്റ് ചെയ്തൊരു ബാറ്റിലായിരുന്നു. അതെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിൽ ഓഫ് ദ 3 എംപറേഴ്സ് എന്നാണ് ഇതിനെ മറ്റൊരു വിളിപ്പേരെന്ന് പറയുന്നത്. അതായത് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഫ്രഞ്ച് ആർമിയും റഷ്യൻ ആൻഡ് ഓസ്ട്രിയൻ എംപയേഴ്സും കൂടി ഉള്ള ഫൈറ്റിനെയായിരുന്നു ബാറ്റിൽ ഓഫ് ഓസ്റ്റർലിറ്റ്സ് എന്ന് പറയുന്നത്. ഫ്രഞ്ചുകാർ എന്ത് ചെയ്തു? വിക്ടോറിയസ് ആയിട്ട് മാറി. നെപ്പോളിയൻ്റെ ആർമി വിക്ടോറിയസ് ആയി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ആണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. രണ്ട് ഹ്യൂമൻ വാറിനെ കുറിച്ച് അദ്ദേഹം കമ്പയർ ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് ഓവർ ഹൈപ്പൊക്കെ കൊടുത്ത് അദ്ദേഹം ഈ രണ്ട് എറുമ്പുകൾ തമ്മിലുള്ള ഫൈറ്റിനെ ഇങ്ങനെ വലിയ എക്സാജറേഷനും കൊടുത്ത് ഹൈപ്പ് കൊടുത്ത് വലിയ രണ്ട് ഹ്യൂമൻ ബാറ്റിലുമായിട്ട് കമ്പയർ ചെയ്യുവാണെന്ന് വെച്ചാൽ ഹ്യൂമൻ വാർ എന്ന് പറയുന്നത് ഇതുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല എന്ന് പറയുവാണ്. ഇനി പിന്നീട് തോറോ സൂം ചെയ്യുന്ന വെച്ചാൽ ഒരു ഡ്രമാറ്റിക് മൊമെൻറ്റിലോട്ടാണ്. ഒരു റെഡ് ആൻഡ് ഈ ഒരു ഫൈറ്റിൽ ജോയിൻ ചെയ്തു. ഒരു ഹീറോയിക് വാരിയർ പോലെ, ഒരു പോരാളിയെ പോലെ, ഒരു യോദ്ധാവിനെ പോലെ. ഈ ഹീറോയിക് റെഡ് ആൻഡിനെ അദ്ദേഹം ആക്യുലസുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. ആരാണ് ആക്യുലസ്? ACHILLES. ആക്യുലസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് ഹീറോ ആണ്. അപ്പോൾ അദ്ദേഹം ട്രോജൻ വാർ എന്നുള്ള വാറിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ നല്ല ഒരു വാരിയറാണ് ആരെന്ന് പറയുന്നത് ആക്യുലസ്. അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലിലാണുള്ളത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ എന്ത് ചെയ്യണം? കാല് നോക്കി അമ്പ് വിടണം, അല്ലെങ്കിൽ കാലിൽ നോക്കി നമ്മൾ അറ്റാക്ക് ചെയ്യണം. അതാണ് അദ്ദേഹത്തിൻ്റെ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. എൻ്റെ ഹീലിൽ, പാദത്തിൽ വേണം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ. അപ്പം ട്രോജൻ വാറിൽ പങ്കെടുത്തൊരു ഗ്രീക്ക് ഹീറോ ആയിരുന്നു ആക്യുലസ് എന്ന് പറയുന്നത്. സോ അദ്ദേഹമായിട്ട് ആരെ കമ്പയർ ചെയ്യുന്നത്? ഈ റെഡ് ആൻഡിനെ കമ്പയർ ചെയ്യുന്നത്. ഇതൊരു ട്രോജൻ ഹീറോ ആണ് ഇദ്ദേഹം. 3 ആൻഡ്സ്, അപ്പം 3 ആൻഡുകൾ തമ്മിലായി ഇപ്പം കോമ്പാറ്റ് എന്ന് പറയുന്നത്. നേരത്തെ 2 പേരായിരുന്നു, ഇപ്പോൾ പുതിയതായിട്ട് ഒരു റെഡ് ആൻഡും കൂടി ജോയിൻ ചെയ്തു, ലൈക്ക് എ ഹീറോയിക് വാരിയർ. ആരുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ആക്യുലസുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ തോറോ ഈ ഒരു ആൻഡിനെ ഇങ്ങനെ എടുത്ത് ഇൻസൈഡ് കൊണ്ടുവന്നു. എന്നിട്ട് ഗ്ലാസിൻ്റെ കീഴിലൂടെ ഒബ്സർവ് ചെയ്യുകയാണ് അദ്ദേഹം. അവരുടെ ഇഞ്ചുറീസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇദ്ദേഹം പഠിക്കുന്നു. ബ്ലാക്ക് ആൻഡ് ഇവൻച്വലി റെഡ് ആൻഡ്സിനെ രണ്ടിനെയും കൊല്ലുന്നു. പക്ഷേ ബ്ലാക്ക് ആൻഡ് സിവിയർലി വൂണ്ടഡ് ആവുന്നു. അപ്പോൾ ഈ സീൻ കുറച്ച് ഡിസ്റ്റർബിംഗ് ആണ്. അതായത് കുറച്ച് വിയേർഡായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഈ 2 എറുമ്പുകളുടെയും ഹെഡ് ട്രോഫീസ് പോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുവാണ് എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ ആഫ്റ്റർ വാച്ചിങ് ദ ബാറ്റിൽ തോറോ പറയുന്നതെന്ന് വെച്ചാൽ തോറോയ്ക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നു. ഇദ്ദേഹം കുറച്ച് ഇമോഷണലി ഷേക്കൻ ആവുകയാണ്.
അതായത് ഈ വാറിൻ്റെ ക്രൂവൽറ്റിയെ കുറിച്ചും വയലൻസിനെ കുറിച്ചും പറയുവാണ്. രണ്ട് എറുമ്പുകൾ തമ്മിലുള്ളതാണെങ്കിൽ ഇദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പം ഇദ്ദേഹത്തിന് എന്ത് പറ്റി, ഒരു വല്ലായ്മ തോന്നി. ആൻഡ് ഹി അഡ്മിറ്റ്സ് ദാറ്റ് ഹി ഡസൻ നോ ഹൂ വൺ, ആരാണ് ജയിച്ചതെന്ന് അറിയത്തില്ല. ആൻഡ് എന്താണ് ഈ ഒരു ചെറിയൊരു ഫൈറ്റിനുള്ള കാരണം എന്താണെന്നും ഇദ്ദേഹത്തിന് അറിയത്തില്ല. ഇതുപോലെ തന്നെയാണ് ഹ്യൂമൻ വാർ എന്നുമാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. മിക്കവാറും കാരണങ്ങൾ അല്ലെങ്കിൽ കോസസ് ഓഫ് വാർ എന്ന് പറയുന്നത് അൺക്ലിയർ ആയിരിക്കും, അല്ലെങ്കിൽ വളരെ സില്ലി ആയിരിക്കും. പക്ഷെ നഷ്ടങ്ങൾ എപ്പോഴും ഇമ്മൻസ് ആയിരിക്കും രണ്ട് സൈഡിലും. അപ്പോൾ തോറോ ഈ ആൻഡ് ബാറ്റിലിനെ വീണ്ടും കമ്പാരിസൺ നടത്തുവാണ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള രണ്ട് ഇവൻസുമായിട്ട്. ആൻഡ് ഇദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള പിയറി ഹ്യൂബറിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിയറി ഹ്യൂബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വിസ് എൻറ്റമോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഇൻസെക്റ്റിനെ കുറിച്ചുമൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിയറി ഹ്യൂബർ എന്ന് പറയുന്നത്. അപ്പം ഈ സെൻട്രൽ യൂറോപ്യൻ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചൊക്കെ ഇദ്ദേഹം ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ഇൻസെക്റ്റിൻ്റെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരാളായിരുന്നു പിയറി ഹ്യൂബർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എന്താ പറയുക, സ്പൈഡേഴ്സിനെ കുറിച്ച് പഠിക്കുന്നു, അവരുടെ ഹാബിറ്റാറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നു, ഇൻസെക്ട്സിനെ കുറിച്ച് പഠിക്കുന്നു, എർത്തിനെ, നമ്മുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരാളാണ് പിയറി ഹ്യൂബർ. അപ്പോൾ ഈ നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള ഇയാളെക്കുറിച്ചൊക്കെ ഇദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ നേരത്തെയും ഇതുപോലെയുള്ള ഉറുമ്പുകൾ തമ്മിലുള്ള ബാറ്റിലിനെ കുറിച്ചൊക്കെ നേരത്തെയും റെഫറൻസസ് ഉണ്ട് പല ബുക്കുകളിനകത്തും. ആൻഡ് ഓൾസോ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ജെയിംസ് കെ പോക്ക് എന്നുള്ള ഒരു മനുഷ്യൻ്റെ അതായത് ജെയിംസ് കെ പോക്ക് എന്ന് പറയുന്നത് 11th പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ആ ഒരു 1845 തൊട്ട് 1849 വരെയുള്ള കാലഘട്ടത്തിനെ കുറിച്ചും ആരും സംസാരിക്കുന്നുണ്ട്. ഹെൻറി ഡേവിഡ് തോറോ സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്തെ പൊളിറ്റിക്സിനെ കുറിച്ചും ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ഹിസ്റ്ററിയും ഹ്യൂമൻ ഹിസ്റ്ററിയും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് സംസാരിക്കുവാണ്. എന്നുവെച്ചാൽ ആൻഡിൻ്റെ വോർ എവിടെ വെച്ച് എപ്പോൾ ഹാപ്പൻ ചെയ്താലും വോർ എന്ന് പറയുന്നത് വോർ ഈക്വലി സിഗ്നിഫിക്കൻറ്റ് തന്നെയാണ്. ഇത്രയും പറഞ്ഞിട്ടാണ് അദ്ദേഹം നിർത്തുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂട്ടിലിറ്റി ഓഫ് വോർ എന്ന് വെച്ചാൽ വോർ എന്ന് പറയുന്നത് ഒരു യൂസ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ആൻഡ് ഫൈറ്റ് ചെയ്യുന്നത് എക്സ്ട്രീം വയലൻസ് വെച്ച് ഫൈറ്റ് ചെയ്യുന്നത് അൺനോൺ റീസൺസ് ആണ്, ഇയാൾക്ക് അറിയത്തില്ല. അതുപോലെ തന്നെയാണ് ഹ്യൂമൻസും വോർ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസസ് വളരെ വലുതായിരിക്കും. അപ്പോൾ തോറോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻ വോർ ആയാലും ആൻറ്റിൻ്റെ വോർ ആയാലും രണ്ടും എന്താണ്, റാഷണൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് റിഡിക്കുലസ് ആയിട്ടുള്ള കാര്യമാണ്. ഹ്യൂമൻസും ഇതുപോലെ തന്നെയാണ്, ആൻറ്റിനെ പോലെ തന്നെയാണ്, സിമിലറായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ തോറോ പറയുന്നതെന്ന് വെച്ചാൽ ആൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഹ്യൂമൻ ബീങ്സുമായിട്ട് കമ്പയർ ചെയ്യുവാണ് കേട്ടോ. ഈ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിന് തന്നെ ബാറ്റിൽ ഫീൽഡിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ബാറ്റിൽ ഫീൽഡ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ മരിക്കും, ഒരു ഗ്രൂപ്പുകാർ വിജയിക്കും. അപ്പോൾ അവിടെ ഹീറോയിസം ഉണ്ട്, ബ്രൂട്ടാലിറ്റിയും ഉണ്ട്, ക്രൂവൽറ്റിയും ഉണ്ട്. അപ്പം നേച്ചറിലൂടെ നമുക്ക് ലൈഫിനുള്ള ഡീപ്പറായിട്ടുള്ള ട്രൂത്ത് നമുക്ക് മനസ്സിലാക്കി എടുക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒബ്സർവേഷൻ ഓഫ് ആൻഡിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, ആൻഡിനെ ഇവിടെ ബ്രേവ് ആൻഡ് ലോയൽ ആൻഡ് ഡിറ്റർമൈൻഡ് ആയിട്ടും പക്ഷേ വയലൻ്റ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിസം നമ്മൾ ഒരു വോർ എടുത്ത് നോക്കിയാൽ ഇയാൾ വോറിൻ്റെ ഹീറോ ആണെന്ന് പറഞ്ഞാലും അവിടെ ക്രൂവൽറ്റി ഉണ്ട്. അയാൾ എങ്ങനെ ഹീറോ ആയത്? മറ്റേ ഗ്രൂപ്പുകാരെ കൊന്നിട്ടാണ് ഇയാൾ ഹീറോ ആയത്, അല്ലെങ്കിൽ വിക്ടോറിയസ് ആയി മാറിയത്, അല്ലേ? ഒരിക്കലും നമുക്ക് ആ ഒരു വിക്ടോറിയസ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഒരു വോറിൻ്റെ വിക്ടറിയെ നമുക്ക് ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെയാവും അത്. അത് എന്തിലൂടെയാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത്? നേച്ചറിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് ഈ ഒരു വലിയൊരു ഫിലോസഫിക്കലായിട്ടുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കി നമ്മുടെ മുമ്പിൽ ഒരു എസ്സേ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം ആൻറ്റിനെ റിപ്പബ്ലിക്കൻസായിട്ടും ഇമ്പീരിയലിസ്റ്റുമായിട്ടും കമ്പയർ ചെയ്യുന്നു, പൊളിറ്റിക്കൽ ഡിവിഷൻസിനെ കളിയാക്കുന്നു, അല്ലേ? ഹ്യൂമൻ ബീയിങ്സ് വാർ പോലെയുള്ള കാര്യങ്ങളെ ആവശ്യമായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നു. ഒരു സയൻറ്റിഫിക് ഒബ്സർവേഷൻ വെച്ചിട്ടാണ് അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെയൊക്കെ ഇതിനെ മനസ്സിലാക്കി നോക്കി ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻ നടത്തുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ തോറോ ഒരു സയൻറ്റിസ്റ്റും ആവുന്നുണ്ട്, ഫിലോസഫറും ആവുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന മേജർ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ആൻഡിലൂടെ, ഉറുമ്പിലൂടെ നമുക്ക് വലിയൊരു കാര്യം, എനോർമസ് ആയിട്ടുള്ള വാർ പോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് നേച്ചർ. അപ്പോൾ ഹ്യൂമൻ വാർ എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല കാര്യമാണോ, ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമാണോ എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്, അല്ലേ? ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബാറ്റിൽ ഫീൽഡ് ഇമേജ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻറ്റിനെ ഹ്യൂമൻ സോൾജേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അവർ തമ്മിലുള്ള ഫൈറ്റ്, ടൈനി ഫൈറ്റിനെ ഗ്രേറ്റ് വാറുമായിട്ട് ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നു, അല്ലേ? മിത്തോളജിക്കൽ ഹീറോ ആക്കിലസിനെ കുറിച്ചൊക്കെ ഇതിനെ അദ്ദേഹം പറയുന്നുണ്ട്. ആൻറ്റിന് ഹ്യൂമൻ ക്വാളിറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, പേട്രിയോട്ടിക്കായിട്ടും ഹീറോയിക്കുമായിട്ടും ഒക്കെ കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നോട്ട് അബൌട്ട് ഇൻസെക്ട്സ് അല്ല,
ഒരു പവർഫുൾ ഫിലോസഫിക്കൽ റിഫ്ലക്ഷനാണ് എന്തിനെക്കുറിച്ച്? ഹ്യൂമൻ ബീയിങ്സ് ആവശ്യമില്ലാതെ നടത്തുന്ന വാറിനെ കുറിച്ചും വയലൻസിനെ കുറിച്ചും.